ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തക്കാളി കറിയുമായിട്ടാണ്. ഇത് ബാച്ചിലേഴ്സിനായാലും കുക്കിങ്ങിൽ തുടക്കക്കാരായ കുട്ടികൾക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. ഇത് നല്ല ടേസ്റ്റുമുണ്ട് ഇതിന്. അതുപോലെ തന്നെ ചോറിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഞാനിതിൽ തുവരപ്പരിപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുവരപ്പരിപ്പിന് പകരം കടലപ്പരിപ്പും ചേർക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തക്കാളി കറി ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് 1/4 കപ്പ് തുവരപ്പരിപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയതും 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. വീണ്ടും ഇത് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. തക്കാളി വേകുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തേങ്ങയും 2 ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മുളക് പൊടിയും വേണം. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് അരപ്പൊഴിച്ച് തിളപ്പിക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കുക. അരച്ചത് ചേർത്ത ശേഷം അധികം തിളപ്പിക്കരുത്. ഒന്ന് തിളച്ചാൽ ഉടനെ വാങ്ങി വെക്കണം. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കി പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം വേണമെങ്കിലും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ ഇതിൽ കറക്റ്റാണ്. വെള്ളവും പാകത്തിനുണ്ട്. ഞാൻ അതുകൊണ്ട് ഇനി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് കറി ഒന്ന് തിളയ്ക്കുമ്പോൾ വാങ്ങി വെക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. ഒരു വലിയ സ്പൂൺ എണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകും 2 ചുവന്നുള്ളി അരിഞ്ഞതും 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വറുത്ത കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റും വളരെ ഈസി ആയിട്ടും വെക്കാവുന്ന ഒരു കറിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.